ഒരു രാഷ്ട്രീയത്തിന്റെയും പുറത്തല്ല, രാഷ്ട്രീയപരമായി ആരെയും തോൽപ്പിക്കാനല്ല സംസ്ഥാനം പ്രക്ഷോഭത്തിന് ഒരുങ്ങിയതെന്നും ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ഇത് കേരളത്തിന്റെ മാത്രമല്ല, പൊതുവിൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സമരം കൂടിയാണ്. അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്നതിലേക്കാണ് കടക്കുന്നതെന്ന് കൂടി ഇടതുപക്ഷം അവകാശപ്പെടുമ്പോൾ അത് ഏത് രീതിയിലുള്ള സമ്മർദ്ദമാണ് ചെലുത്തുക കേന്ദ്ര സർക്കാരിൽ എന്നുള്ളതാണ് ചോദ്യം. ഒപ്പം എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് സമരത്തിനൊപ്പം നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിനൊപ്പം ബാക്കിയാവുകയും ചെയ്തു. ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധ മാർച്ചായി ഇടതുപക്ഷം, സംസ്ഥാന സർക്കാർ തന്നെ ഇന്ന് ഡൽഹിയിലാണ്. അങ്ങോട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു. തത്സമയ സംപ്രേഷണമാണ് നടക്കുന്നത് ദില്ലിയിൽ നിന്ന്. എന്താണ് കേന്ദ്രം നടത്തുന്നത് എന്ന് കേരളത്തോട് കാണിക്കുന്ന വിവേചനമെന്ന ചോദ്യം സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങൾ ചോദിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇടത് സർക്കാരിനുണ്ട് എന്ന് കൂടി മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഇടത് നേതാക്കന്മാർ, ഇടത് മന്ത്രിമാർ പറയുന്നത് അതാണ്. അതിനൊപ്പം തന്നെ എന്തുകൊണ്ട് പ്രതിപക്ഷം മാറി നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ഒരേ സമയത്ത് വിമർശനം അത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ, NDA സർക്കാരിനെതിരെ, ഒപ്പം കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരെ, കേരളത്തിലെ കോൺഗ്രസിനെതിരെ കൂടിയാണ്. ഈ രണ്ട് രാഷ്ട്രീയവും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സമരം കൂടിയായി മാറുമ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിനു മുൻപും ഭരിക്കുകയും സമരം ചെയ്യുക എന്നുള്ള ഒരു നയം ഇതിനു മുൻപും ആവർത്തിച്ചിട്ടുള്ള മുന്നണി കൂടിയാണ്, പാർട്ടി കൂടിയാണ്. പക്ഷേ ഇത് അത്യന്തം നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് എന്ന് പറയേണ്ടതായിട്ട് വരുന്നു. ഇതിന്റെ ഒരു ഫെഡറലിസത്തിന്റെ, സഹകരണ ഫെഡറലിസത്തിന്റെ അന്തസത്ത ചോർത്തുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഫെഡറലിസത്തിനെതിരായിട്ടുള്ള നീക്കം കേന്ദ്രം നടത്തുകയാണ് എന്ന് വ്യക്തമായിട്ട് ആരോപിക്കുക കൂടിയാണ് സംസ്ഥാന സർക്കാർ. ആ രീതിയിലുള്ള ഒരു സമരം നടത്തുന്നു. ഏത് രീതിയിലാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകത്തിലെ കോൺഗ്രസ് അടക്കം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സമരം നടത്തുന്നത്, DMK-യുടെ പ്രവർത്തകർ സമരം നടത്തുന്നത്, അതായത് ഒരുമിച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ എന്ന് പറയുന്നത് ഇത് വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറയുന്നു 17 സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലാളനയാണ്. അതേസമയം BJP ഇതര, NDA ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിക്കുന്നത് കൊടിയ വിവേചനം, കിട്ടുന്നത് പീഡനമാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പ്രതീകാത്മകമായ പ്രതിരോധം. സാധാരണ രീതിയിലുള്ള ഒരു സമരത്തിന് പകരം ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് ആവശ്യം ഉന്നയിച്ചിട്ടല്ല ഈ സമരം നടത്തുന്നത്. ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് കേരളത്തെ ഞെരിക്കുന്നു. ഫെഡറലിസത്തിന് എതിരായിട്ടുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നു കേന്ദ്ര സർക്കാർ. ഇത് BJP ഇതര മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ ഇവരെല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചു കൊണ്ടുകൂടിയുള്ള സമരമാണ്. കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വം പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെടുത്ത് പറയുക കൂടി ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ. എന്തുകൊണ്ട് കൂടുതൽ മികവിലേക്ക് പോകാൻ കേരളത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം തടസ്സം സൃഷ്ടിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു? ഇത് ആരോപണമല്ല, ഇത് എന്ന് വ്യക്തമാക്കുക കൂടിയാണ് ഫെഡറൽ സംവിധാനത്തിൽ തന്നെ ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ സംസ്ഥാനം ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇവയെല്ലാം നിലനിർത്താൻ ആരോഗ്യത്തിൽ നമ്പർ വൺ ഫെഡറലിസം സംരക്ഷിക്കാൻ
നിരന്തരം അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ കൂടിയാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം ഉയർത്തുന്നത്. അതിനാണ് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. പ്രളയത്തിന്റെ സമയത്ത്, മഹാമാരിയുടെ സമയത്ത് അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നു കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം. ഏതെല്ലാം ഘട്ടങ്ങളിലാണ് സഹായിക്കാതിരുന്നത് എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടുകൂടി മുഖ്യമന്ത്രി ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടുകൂടിയാണ് ഇന്ന് ഇതാ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ, ജനപ്രതിനിധികൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രളയത്തിന്റെ സമയത്ത്, മഹാമാരിയുടെ ഘട്ടങ്ങളിൽ ഇതൊന്നും അർഹമായിട്ടുള്ള സഹായങ്ങൾ സംസ്ഥാനത്തിന് ലഭ്യമാക്കിയില്ല എന്ന് മാത്രമല്ല, കേന്ദ്രം ഇത് മുടക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം വീണ്ടും സംസ്ഥാനം ഉന്നയിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായ നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കേന്ദ്രം കടക്കുന്നത്. അതിനകത്ത് ഒരു രാഷ്ട്രീയം, BJP ഇതര ഭരണമുള്ള സംസ്ഥാനമായതുകൊണ്ടാണ് ആ നീക്കം നടത്തുന്നത് എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം അതിനകത്തുണ്ട്. കടമെടുപ്പ് പരിധി ചുരുക്കുന്നു, പലതവണ എടുത്തു പറയുകയാണ് മന്ത്രിമാരടക്കമുള്ളവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളോടെല്ലാം. കിഫ്ബി പോലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളാണ്, അവർ എടുക്കുന്ന വായ്പകൾ പോലും സർക്കാരിന്റെ വായ്പയായി പരിഗണിക്കുന്നു. അങ്ങനെ അർഹമായിട്ടുള്ള കടമെടുപ്പ് പരിധി ചുരുക്കിക്കൊണ്ട് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു. പ്രധാനപ്പെട്ട അർഹതയുള്ള ഗ്രാന്റുകൾ കേന്ദ്രം തടഞ്ഞു വെക്കുകയാണ്. ഹെൽത്ത് മിഷന്റെ ഗ്രാന്റ്, UGCയുടെ ഗ്രാന്റ്, മൂലധന ചെലവിനുള്ള വായ്പാ സഹായം തുടങ്ങി അർഹതപ്പെട്ട 4350 കോടി രൂപയുടെ ഗ്രാന്റുകൾ തടഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളതെന്ന് കേരളം പറയുന്നു. നികുതി വിഹിതം 3.8% 1.9% എന്ന രീതിയിലേക്ക് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. GST നടപ്പാക്കിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് 44% നികുതി അവകാശം അടിയറവ് വെക്കേണ്ടതായി വന്നു. നഷ്ടപരിഹാരം 5 വർഷം കൊണ്ട് അവസാനിപ്പിച്ചു. എന്തുകൊണ്ട് കോമ്പൻസേഷൻ പരിധി നീട്ടുന്നില്ല? അങ്ങനെ പല രീതിയിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഈ അവസാനം കേന്ദ്രത്തിൻ്റെതായി പുറത്തു വന്ന കേന്ദ്ര ബജറ്റിലടക്കം കേരളം എന്ന ഒരു വാക്കുപോലുമില്ല. റബ്ബർ കർഷകരെ സഹായിക്കാനുള്ള നടപടിയുണ്ടോ? കാർഷിക മേഖലയിലുണ്ടോ? ഗതാഗത മേഖലയിലുണ്ടോ? സിൽവർ ലൈൻ അടക്കം നിരാകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത് എന്ന് പറയുന്നിടത്ത് മറ്റൊരു വിഷയം കൂടി എടുത്തു പറയുന്നു. ഗവർണറെ, കേന്ദ്രത്തിൽ നിന്ന് ഗവർണറെ, BJP അനുകൂല നിലപാടെടുക്കുന്ന ഗവർണറെ അയച്ചുകൊണ്ട് അധികാരം പിടിച്ചടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലും കേന്ദ്രം കടക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഫെഡറലിസം തകർക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു കേന്ദ്രം. അതിനെതിരെയാണ് ഈ സമരം. അതാണ് അതിനെതിരെയുള്ള ഒരു ഐക്യത്തിനും ഭദ്രതയ്ക്കും ശക്തമായിട്ട് കേന്ദ്രവും അതിനായി ശാക്തീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങളും അനിവാര്യമാണെന്ന് എന്തുകൊണ്ട് കേന്ദ്രം മനസ്സിലാക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ആ ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു ചുവടുവെപ്പിലേക്ക് ഡൽഹി സമരം കടക്കുന്നു എന്നുകൂടിയാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. KP അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുമ്പോൾ, അഭിലാഷ്, വളരെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ സമരം മാറുമോ? ഏത് രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് ജന്തർ മന്ദറിലേക്ക് കടക്കുന്നു എന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു സംസ്ഥാന സർക്കാർ ആണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ തന്നെയാണ് കർണാടകത്തിന്റെ പ്രതിഷേധം നടന്നത്. അതിനു മുമ്പ് തന്നെ കേരളം ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ആസൂത്രണം നടത്തിയിരുന്നുവെങ്കിലും ഒരു ദിവസം മുമ്പ് കർണാടകം ഇതേ സ്ഥലത്ത് തന്നെ പ്രതിഷേധം നടത്തുന്നു. അതിന് തുടർച്ച എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തെ റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള KV തോമസിനെ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സീതാറാം യെച്ചൂരി പ്രതിഷേധത്തിന്റെ ഭാഗമായി മുൻനിരയിലുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എല്ലാ മന്ത്രിമാരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് പ്രകടനമായാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം മറ്റു മന്ത്രിമാരും എല്ലാവരും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം CPIMന്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അല്പസമയത്തിനകം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന്റെ ഭാഗമായി
വിജയമാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. LDF-ലെ വിവിധ ഘടകകക്ഷി നേതാക്കൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ്. ജോസ് കെ മാണിയെ നമുക്ക് മുൻനിരയിൽ കാണാം, മന്ത്രി റോഷി അഗസ്റ്റിനെ മുൻനിരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ, അങ്ങനെ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ ഒരു വലിയ നിര തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ ഇപ്പോൾ അല്പം പ്രതികൂലമായ കാലാവസ്ഥയാണ്, തണുപ്പ് കാലഘട്ടം ആണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഈ പ്രതിഷേധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ നേരത്തെ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ LDF കൺവീനർ EP ജയരാജൻ, ME ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ജന്തർ മന്ദറിലെ പ്രത്യേക വേദിയിൽ ഈ നേതാക്കൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി സംസാരിക്കും. തീർച്ചയായും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മലയാളത്തിലായിരിക്കും സംസാരിക്കുക എങ്കിൽ പോലും എന്തൊക്കെ വിമർശനങ്ങൾ ആണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടതായി മാറും. നിരവധി ദേശീയ മാധ്യമങ്ങൾ അടക്കമാണ് ഈ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലേക്ക് ഈ പ്രതിഷേധത്തെ ഉയർത്തിക്കൊണ്ടുവരിക, അങ്ങനെ സർക്കാരിനെതിരായ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഒരു സംസ്ഥാനം കടന്നുപോകുന്നു എന്ന പ്രതീതിയാണ് ഡൽഹിയിൽ ഇപ്പോൾ കേരളത്തിന് ജനിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് ആരുടെയൊക്കെ പിന്തുണ ലഭിക്കും, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കുമോ